ഞങ്ങൾ ഡെയിലി 8 അവർ ഷിഫ്റ്റ് കഴിയുന്നുണ്ടേ അന്ന് കിടക്കുന്നതിന് മുന്നേ ഇതുപോലെ പില്ലോ ബാക്കി വെച്ചിട്ട് ഒന്ന് പുറമോട്ട് വളഞ്ഞൊന്ന് സ്ട്രെച്ച് ചെയ്യാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ പരുവത്തിലെത്തി നിന്നുള്ള ഷിഫ്റ്റ് കഴിയുമ്പം അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ ഇച്ചിരി ഒന്ന് വർക്കൗട്ട് ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഒരു റെഗുലറായിട്ട് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് മനസ്സിലായതിനെ തുടർന്ന് ഞാൻ എന്തെങ്കിലും ഒരു വർക്കൗട്ട് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ എന്നാലും എന്ത് ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. പണ്ട് കുങ്ഫു ട്രെയിനിങ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ പ്രാക്ടീസ് തുടരാന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഗുരുകുലത്തിൻ്റെ പേജിലൊരു പോസ്റ്റ് കണ്ടത്. എനിക്ക് ഓർമ്മ വന്ന ഒരു 2 day വർക്ക്ഷോപ്പിൻ്റെ കേസ്. അപ്പം പെട്ടെന്ന് അവരുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമിൽ തപ്പി പിടിച്ചെടുത്ത് അവരുടെ അക്കൗണ്ടിൽ പോയി ആ പോസ്റ്റും തപ്പി പിടിച്ച് അവരെ മെസ്സേജ് ഇട്ട് അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തപ്പം ഇതായിരുന്നു ആ പോസ്റ്റ്. ആ വർക്ക്ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. അപ്പം അവരുടെ കോൺടാക്ട് നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടു. അവരുടെ കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടപ്പം അതിൻ്റെ ലൊക്കേഷനും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും എല്ലാം അവർ അയച്ചു തന്നു. അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം എന്തൊക്കെയുണ്ട്, എന്തൊക്കെ അവൈലബിൾ ആണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, ഇതെല്ലാം നോക്കി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് നടത്തി ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തു. ലൊക്കേഷനും അതുപോലത്തെ ഡീറ്റെയിൽസും എല്ലാം എന്ത് കൊണ്ടുവരണം, എന്ത് കൊണ്ടുവരരുത്, എന്താവശ്യമുണ്ട്, അതുപോലത്തെ എല്ലാം അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റ് അനുസരിച്ച് എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് ഞാൻ പാക്ക് ചെയ്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതായിരുന്നു, പ്രിഫറബിളി ബെയർ ഫുട്ട്. എനിക്ക് വെറും കാലോടെ മണ്ണ് നിറക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും റോഡിൽ കൂടെ നമുക്ക് ചെരുപ്പിട്ടുകൊണ്ട് പോകണമല്ലോ. അതുകൊണ്ട് അന്നേരത്തേക്ക് മാത്രത്തേക്ക് ഒരു തിരുപ്പ് മാത്രം എടുത്തു. എന്നിട്ട് ഗൂഗിൾ മാപ്പ് വിട്ട് നേരെ പോക്ക് അങ്ങോട്ട് പോയി. ട്രാഫിക്കും മഴയും കാരണം ആ 1.5 മണിക്കൂർ എന്നുള്ള സാധനം വലിഞ്ഞ് നീണ്ട് 2 മണിക്കൂർ എടുത്തു, 2-2.5 മണിക്കൂർ എടുത്തു. അങ്ങനെ ലേറ്റായിട്ട് 6:30 എത്താൻ പറഞ്ഞ് ഞാൻ 7:30 ആയപ്പോഴത്തേക്കും അവിടെ എത്തി, റിസോർട്ടെത്തി. ചെരുപ്പ് ഇവിടെ വെച്ചു. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ചെരുപ്പ് എല്ലാവരും അവിടെ വെച്ചേക്കുമായിരുന്നു. ഇതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള അക്കോമഡേഷൻ. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. ഞാനൊരു ബാക്കപ്പിന് വേണ്ടി ഒരു ഷീറ്റും പുതപ്പൊക്കെ എടുത്തായിരുന്നു. എൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നല്ല നീറ്റായിട്ടുള്ള ബെഡ്ഷീറ്റും നല്ല ക്ലീനായിട്ടുള്ള ബ്ലാങ്കറ്റും എല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൊണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ ബാഗിൽ നിന്നെല്ലാം അൺപാക്ക് ചെയ്തൊന്ന് അറേഞ്ച് ചെയ്ത് എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം പോയി ഫുഡ് കഴിച്ചു. ചെന്ന് കയറിയതിൻ്റെ ഒരു ചെറിയ സ്നാക്ക് കേട്ടോ, ഒരു ചായയും ഈ സംഭവം എൻ്റെ പേര് എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ സെഷനായിരുന്നു. ജസ്റ്റ് എല്ലാവരെയും ഒന്ന് അവരവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതുപോലെ കളരിയുടെ ബേസിക്സും അതുപോലെ ബേസിക്സ് മീൻസ് എന്താണ് നമ്മുടെ ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങോട്ട് എങ്ങനെ എത്തി അതുപോലത്തെ കാര്യങ്ങളും എല്ലാം സംസാരിച്ച് ഫുഡ് കഴിച്ച് കിടന്നു. അടുത്ത ദിവസം രാവിലെ നമ്മൾ പ്രാക്ടീസിൻ്റെ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നു. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. എനിക്ക് ആ ഒരു പ്ലേസ് റിട്രീറ്റ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ലെസൺ ബ്രീത്തിങ് ആയിരുന്നു. ബ്രീത്തിങ് അതുപോലെ സൺ ഗേസിങ് അതുപോലത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഫസ്റ്റ് ഒരു സെഷൻ എന്ന് പറയുന്നത്. ശ്വാസം വലിക്കുന്ന ഇത്രയും പാടുള്ള പണിയാണ് സത്യമായിട്ടും ഇപ്പോഴാണ് മനസ്സിലായത്. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും അത് കഴിഞ്ഞപ്പം കുഴപ്പമില്ലാതെ കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം സൺ ഗേസിങ് അതുപോലെ ഐ എക്സസൈസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് കളരിയുടെ സെഷനിലേക്ക് നമ്മൾ കയറി. അപ്പം ഫസ്റ്റ് മോർണിംഗ് സൺ ഗേസിങ്ങും അതുപോലത്തെ ഐ എക്സസൈസ് അതുപോലത്തെ വളരെ ബേസിക് കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ആ ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് ശേഷം ഞങ്ങൾക്കൊരു ബാഗും അതുപോലെ ഒരു രുദ്രാക്ഷവും തന്നു. അതിനുശേഷം ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ അവിടെ ബാൽക്കണിയിൽ കയറിയിട്ട് അതിൻ്റെ ഒരു മോളിൽ നിന്നുള്ളൊരു വ്യൂ നോക്കി. ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് അവിടെ ഫുഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ലൊരു ഫാമുണ്ട് അതിൻ്റെ ബാക്കിലേക്ക്. ഇപ്പോൾ വാഴ മാത്രമേ ഇവിടെ കാണത്തുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ഫാം പോലെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഗസ്ത്യം കളരിയുടെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയെ പറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അതുപോലത്തെ കാര്യങ്ങളെ പറ്റി ഒരു ചെറിയ സെഷന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പോയി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങളവിടെ കുറച്ച് ഇന്ന് ഗുരുക്കളുമായിട്ടൊക്കെ സംസാരിച്ച് ഗുരുക്കളുടെ എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ആക്ച്വൽ ട്രെയിനിങ്ങിലേക്ക് കടന്നു. അപ്പം നടുക്കിരിക്കുന്നതാണ് ഗുരുക്കൾ. ലെഫ്റ്റിൽ നിൽക്കുന്നത് വിഷ്ണു ആശാനും റൈറ്റിൽ ഇരുന്നത് രാഹുൽ ആശാനായിരുന്നു. കളരി വെഡ്ഡിങ് സെർച്ച് ചെയ്താൽ രാഹുൽ ആശാൻ്റെ വെഡ്ഡിങ് കാണാം കേട്ടോ. അതൊരു അത്യാവശ്യം ന്യൂസ് ഒക്കെ ആയൊരു സംഭവമായിരുന്നു. ആശാൻ തന്നെ ഞങ്ങളോട് ഷെയർ ചെയ്തൊരു സംഭവമാണ്.
അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു ബേസിക്ക് ഒന്ന് കളരിയെപ്പറ്റി പറഞ്ഞു തരാനുള്ളൊരു ബേസിക്സ് കഴിഞ്ഞതിന് ശേഷം ബേസിക് സ്ട്രെച്ചിങ്, അതുപോലെ അതായത് നമ്മൾ ചുമ്മാ ചാടിക്കയറി ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു ബേസിക് ബോഡി വാമപ്പ് വേണമല്ലോ. അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഫസ്റ്റ്. അതായത് അത്യാവശ്യം കുറച്ച് സ്ട്രെച്ചസും അതുപോലെ വാമപ്പും അതുപോലെ പല തരം പോസുകളും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു ഒരു ഫസ്റ്റ് ഇൻട്രോ പോലെ ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് ഞങ്ങളെ വരാഹം പഠിപ്പിച്ചതാണ്. കുറച്ച് കഷ്ടപ്പെട്ടു ഈ സാധനം കൈ താഴെ വരെ ഒന്ന് എത്താൻ. പക്ഷേ എങ്കിലും കുറച്ച് പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കും അത്യാവശ്യം എല്ലാവർക്കും തന്നെ എത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞപ്പം എല്ലാവരും തമ്മിലൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് വെച്ചാൽ ഇത് എല്ലാവരും ചുമ്മാ കൈയിട്ട് വീശുന്നതല്ലാതെ ഇത് ശരിക്കും എന്താണ് ആക്ച്വലി സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ആശാൻ്റെ എതിരെയായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഞങ്ങൾ പതുക്കെ പരസ്പരവും ചെറുതായിട്ട് ചെയ്ത് നോക്കി. അങ്ങനെ കുറേ വാമപ്പുകൾക്കും സ്ട്രെച്ചുകൾക്കും എക്സസൈസുകൾക്കും ഒരു ദിവസത്തെ മുഴുവൻ അധ്വാനത്തിൻ്റെ അവസാനം ഞങ്ങളെ ഒറ്റച്ചൂടിലേക്ക് കയറി. ഒറ്റച്ചൂടും ലാസ്റ്റ് അഷ്ടവടിവിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അന്നത്തേക്ക് നിർത്തി. അന്ന് വൈകുന്നേരം റൂമിലെത്തിയപ്പോൾ എൻ്റെ പൊന്നോ കിട്ടിയൊരു ഉറക്കമുണ്ട്. അതുപോലെ സമാധാനത്തോടെ ഞാൻ കുറേ നാളായി ഉറങ്ങിയിട്ട്. അത്രയ്ക്ക് എന്താ പറയുക, നമ്മുടെ സ്റ്റാമിനയെ ടെസ്റ്റ് ചെയ്ത് നമ്മളെ വേറൊരു ലെവലിലെത്തിക്കും. കുളിച്ച് ഫ്രഷായി കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാം ചുമ്മാ മോളിൽ വെറുതെ ഇരുന്നു. ഒരു സെഷനായിട്ടൊന്നുമല്ല, പക്ഷേ എങ്കിലും ഗുരുക്കളുമായിട്ട് അത്യാവശ്യം സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് അന്ന് രാത്രി പോയി കിടന്നത്. നെക്സ്റ്റ് മോർണിംഗ് സെയിം റുട്ടീൻ, ബ്രീത്തിങ് എക്സസൈസ്, ഐ എക്സസൈസ്, അതുപോലത്തെ ബേസിക് എല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ ദിവസം പഠിച്ചതെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ബേസിക് സ്ട്രെച്ചിങ് എക്സസൈസുകൾ, അതുപോലെ സ്റ്റാൻസ്, ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് ഞങ്ങൾ അഷ്ടവടിവിലേക്ക് കിടന്നു. ഫുൾ പഠിപ്പിച്ചത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നതെല്ലാം കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്നാലും 2 ദിവസം കൊണ്ട് എങ്ങനെ കളരി പഠിക്കാം എന്നുള്ളതിന് എക്സാമ്പിളും അല്ലത്. ദിസ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു കളരി. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കളരി എന്ന ഡ്രീമായിരുന്നു എൻ്റെ. ആ ഡ്രീം എനിക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ പറ്റിയ ഒരു അവസരം എന്നതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ. അതോടൊപ്പം തന്നെ എനിക്ക് റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്ത് എന്താ പറയുക, ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ എനിക്ക് റെഗുലറായിട്ട് കീപ്പപ്പ് ചെയ്ത് ഒരു ബെറ്റർ ബോഡി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസുകളുടെ ഒരു സെറ്റ് തന്നെ എനിക്ക് ഈ പോക്ക് കൊണ്ട് കിട്ടി. ഇത് ഗുരുക്കൾ എഴുതിയൊരു ബുക്കാണ്. ഒരു ആയുർവേദം, സംസ്കൃതം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് ഇഷ്ടപ്പെടും. പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഗുരുക്കളുടെ കൂടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാനെല്ലാം പാക്ക് ചെയ്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. രണ്ടാമത്തെ ദിവസം ഒരു വൈകുന്നേരം 4 മണി 5 മണിയോട് കൂടിയാണ് സെഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല എൻജോയബിൾ ആയിട്ടുള്ള 1 മന്ത് കോഴ്സ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. പറ്റുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോകണം. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. തൽക്കാലം എന്തായാലും കോഴ്സിൻ്റെ ശേഷം നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ 2 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ബൈക്കും എടുത്ത് ഞാൻ രാഹുൽ ആശാനോടും വിഷ്ണു ആശാനോടും ഗുരുക്കളോടും ഒക്കെ യാത്ര പറഞ്ഞ് തിരിച്ച് ഹൊസൂറിലേക്ക് വിട്ടു. തിരിച്ചു വന്നപ്പം പീസ്ഫുള്ളായിരുന്നു കേട്ടോ. നല്ലൊരു പീസ്ഫുൾ റൈഡ് തന്നെ എനിക്ക് തന്നു. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.